കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണമെന്ന്. ആൻഡ് ഫൈനലി ഹിയർ ഇറ്റ് ഈസ്. വാങ്ങിക്കാൻ കാർട്ടിലെടുത്തിട്ട് അടുത്തുള്ള ഷോപ്പിൽ പോയി വാങ്ങുന്ന എന്നെ പോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കിതിന്റെ ABCD അറിയില്ല. അത്യാവശ്യം ഹൂപ്പാർട്ട് എംബ്രോയിഡറി ഒക്കെ നമ്മൾ പെയ്ഡ് വർക്ക്സ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ സാധാ നീഡിൽ വെച്ചിട്ട് സൂചിയില്ലേ കൈവച്ച് ചെയ്തു കൊടുക്കായിരുന്നു. പക്ഷേ ഈ ഒരു ഐറ്റം ഇതൊന്ന് ചെയ്ത് നോക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എന്തായാലും 150 രൂപയ്ക്ക് ഞാൻ ഈ ഒരു സെറ്റ് വാങ്ങിച്ചു. പിന്നെ ഇതിൽ പണിയാനുള്ള കോട്ടനും വാങ്ങിച്ചു. ഇതിന് ഒരു ഹോൾഡറും 3 നീഡിലുമാണ് വരുന്നത്. അതും 3 സൈസാണ്. ഇതെങ്ങനെ തിരിക്കണോ വട്ടത്തിൽ കിടക്കണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പണിത് നോക്കാം. ഇതാണ് ഏറ്റവും ലാർജ് സൈസ്. ഇതിലിനി നൂല് കയറ്റുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ട്യൂട്ടോറിയൽ വീഡിയോസ് നോക്കി വേണം പഠിക്കാൻ. എന്തായാലും ഞാൻ പഞ്ച് ചെയ്ത് ചാകും. ഇത് അതിന്റെ സെക്കൻഡ് സൈസാണ്. അതിനേക്കാൾ ചെറിയൊരു സൈസാണ് കേട്ടോ. ഈ പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ ചെറുത് രണ്ടും നമ്മുടെ നോർമൽ ത്രെഡിനുള്ളതും വലുത് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന യാൺസിനും ഉള്ളതാണെന്നാണ്. എന്തായാലും നമുക്ക് പണി നോക്കാം. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ചെയ്യാനുള്ള വർക്ക് ഇവിടെ ഒന്ന് വരച്ചു നോക്കാം ഡ്രോയിലെടുത്ത്. പക്ഷേ ഒരു വട്ടം വരച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പെൻസിൽ കൊണ്ട് വരയ്ക്കണമായിരിക്കും. ഓക്കെ, എന്തായാലും ഇതാണ് നമ്മൾ നൂല് കയറ്റാനുള്ള സാധനം. ഇതെനിക്കറിയാം കേട്ടോ. ഇത് നമ്മൾ സാധാ സ്റ്റിച്ചിങ് മെഷീനിൽ ഇതിന്റെ ചെറിയ സാധനമൊക്കെ ഇല്ലേ, ഇത് നീളം ഇങ്ങനെ വെച്ചേക്കുന്നത് ഈ ഒരു പെൻ ഹോൾഡറിന്റെ സൈസ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും നീളത്തിനകത്തൂടെ കയറ്റി ഇറക്കേണ്ടതുകൊണ്ടാണ് അത്രയും നീളം വെച്ചേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ സാധാ കോട്ടൺ ആണ്. ഇത് നോർമലി ക്യാൻവ ഫാബ്രിക്കിലൊക്കെയാണ് ഈ ഒരു ഹൂപ്പാർട്ട് നോർമലി ഫോറിനേഴ്സ് ഒക്കെ ചെയ്യുന്നത്. നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ കോട്ടൺ മാത്രം മതി. അപ്പോൾ ഇതിന്റെ അലുത്തൂലത്ത് പണികളൊക്കെ ഞാനൊന്ന് പണിത് നോക്കട്ടെ. എന്നിട്ട് പഠിച്ചതിന് ശേഷം പണി തുടങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ ഒന്നും മറക്കണ്ട. ബൈ.